നിരീക്ഷകൻ പ്രൊഫസർ എ.ജി. ജോർജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എ.ജി. ജോർജ്, കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഈ ഇൻസെന്റീവ് വർധനവ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഉടനടി നടപ്പിലാക്കണമെന്നാണ് ആശമാർ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഇപ്പോൾ NHM ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്ന വാർത്ത. 193 ദിവസമായി സ്ത്രീകൾ തെരുവിലാണ്. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ തെരുവിൽ തന്നെയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമുക്കറിയാം, ആ ഭാഗത്തേക്കൊക്കെ തന്നെ പോകുമ്പോഴും അവരെ അവിടെ എത്ര കഷ്ടമാണ്. സ്ത്രീകൾ സമരം ചെയ്യുകയാണ് തലസ്ഥാനത്ത്. അതും അവർ വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ സർക്കാരിനെ സമീപിക്കുമ്പോൾ കേന്ദ്രത്തിലേക്കാണെന്ന് പറയുന്നു. അങ്ങനെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുന്നത് തട്ടുന്ന ഒരു രീതിയാണ്. അവർ ഒരുപാട് സഹിക്കുന്നുണ്ട്. ഈ സമരത്തെ തകർക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിരവധി പരിപാടികളാണ്. ഇപ്പോൾ അവർക്ക് പരിശീലന പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു, ഇതിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധിക്കുന്നു മുതലായ കാര്യങ്ങൾ. അതേപോലെ തന്നെ ഓരോ ആശാ വർക്കർമാരുടെ വീടുകൾ തോറും കയറി നടന്ന് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെയൊക്കെ വളരെ അധംപതിച്ച രീതിയിലാണ് സർക്കാർ ഈ സമരത്തെ തടയിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ എന്നിട്ടും ആ സ്ത്രീകൾ തകരുന്നില്ല, അവർ തളരുന്നില്ല. അവർ 193ാമത്തെ ദിവസം അവർ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. സർക്കാർ എന്തുകൊണ്ടാണ് ഈ ഒരു സമരം, അല്ലെങ്കിൽ സ്ത്രീകളാണ് നടത്തുന്നത്, ആരോഗ്യമന്ത്രി ഒരു സ്ത്രീയാണ്, അപ്പോൾ എന്തുകൊണ്ട് അവരെ ഈ വീണ്ടും തെരുവിൽ തന്നെ നിർത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നു? മനുഷ്യ മനസാക്ഷിയെ ആകെ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ സർക്കാർ അതീവ ഗുരുതരമായി മനുഷ്യത്വരഹിതമായി ഈ ആശാ വർക്കർമാരോട് കഴിഞ്ഞ 193 ദിവസമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ നേർക്കാഴ്ചയായി കണ്ടതാണ്. തല മുണ്ടനം ചെയ്തും അവിടെ ചുറ്റുവട്ടത്ത് പൊരി വെയിലിലും മഴക്കാലത്തും കിടന്ന് ഉരുണ്ടും ഒക്കെ അവരുടെ അന്നത്തിന് വേണ്ടിയുള്ള മാർഗത്തിനുള്ള എല്ലാ വഴികളും അടഞ്ഞപ്പോൾ അവർ സമരരംഗത്തേക്ക് വന്നത്. അവർ ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും പ്രേരണയാൽ സമരത്തിന് ഇറങ്ങിയവരല്ല. അവർ വെറും സാധാരണക്കാരായ ആളുകളാണ്. ഒരു ദിവസത്തെ ആഹാരത്തിന് വേണ്ടി എന്ന് തന്നെ പറഞ്ഞാലും അതിശയോക്തിയില്ല. ആ തരത്തിൽ സമരം ചെയ്യുന്ന ഇത്തരം ഈ പാവപ്പെട്ട സ്ത്രീകളോട് ഇത്രയും മനുഷ്യത്വരഹിതമായി ക്രൂരമായി യാതൊരു തരത്തിലുള്ള ഒരു മനസാക്ഷിയുമില്ലാതെ പെരുമാറാൻ കമ്മ്യൂണിസം പ്രസംഗിക്കുന്ന ഒരു സർക്കാരിന് എങ്ങനെ കഴിയുന്നു എന്ന ചോദ്യം നമ്മൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഘ ഇപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഇത് കൈകാര്യം ചെയ്യുന്നത് ഒരു വനിതാ മന്ത്രിയാണല്ലോ. അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? 4.25 വർഷം ഏതാണ്ട് പൂർത്തീകരിക്കുകയാണ് മന്ത്രി കസേരയിൽ ഇരുന്നിട്ട്. കൊടിവെച്ച കാറിൽ തെക്ക് മുതൽ വടക്കോട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി, ആഭരണങ്ങളോടുകൂടി, 25-30 പോലീസ് അകമ്പടിയോടുകൂടി, ജീവനക്കാരുടെ അകമ്പടിയോടുകൂടി, പേഴ്സണൽ സ്റ്റാഫിൻ്റെതായിട്ടുള്ള എല്ലാ സംരക്ഷണയിലും മന്ത്രി കൊട്ടാര സമാനമായ മന്ത്രി മന്ദിരത്തിലിരിക്കുന്ന ഇവർക്ക് അല്പമെങ്കിലും കണ്ണിൽ ചോരയുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിൽ അവരവസാനം പറഞ്ഞല്ലോ, ഒരു 100 രൂപയെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തന്നാൽ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് എന്തെങ്കിലും ഒരു മനസാക്ഷി കാട്ടാൻ ഇവർ ശ്രമിക്കുന്നുണ്ടോ? ഇവരിപ്പോൾ ന്യായീകരണം കൊണ്ട് നടക്കുകയാണ്. ക്യാപ്സ്യൂളുകൾ വിഴുങ്ങിക്കൊണ്ട് എവിടെങ്കിലും ആശുപത്രിയിൽ കെട്ടിടം ഇടിഞ്ഞു വീണു കഴിഞ്ഞാൽ അത് ഞങ്ങൾ ഇടിച്ചിട്ടതാണോ? ഏതെങ്കിലും വിദ്യാർത്ഥി, ഏതെങ്കിലും കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചാൽ ഞങ്ങളാണോ പാമ്പിനെ വിട്ടത് എന്നൊക്കെ ചോദിക്കുന്ന വളരെ വികൃതമായിട്ടുള്ള നിലവാരം കുറഞ്ഞ തരത്തിൽ ചില ന്യായീകരണ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ മുഖം രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു മേഘ. ഇത് മാത്രമല്ല, ഒരു കാര്യം കൂടെ ഇവിടെ പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഏറ്റവും വലിയ വൈരുദ്ധ്യം 2 ദിവസങ്ങൾ മുമ്പ് നമ്മൾ തിരുവനന്തപുരത്ത് ഒരു പ്രകടനം നടന്നു കണ്ടു. അതും വനിതകളാണ്. അത് ഈ പറയുന്ന ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ എന്നും പറഞ്ഞ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പോഷക സംഘടനയിൽ കുറെ വനിതകളെ പ്രേരിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും തെരുവിലിറക്കിക്കൊണ്ട് അവർ ഇപ്പോൾ ഇതിന്റെ മേനി നടിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. വലിയ ട്രേഡ് യൂണിയൻ നേതാവായ എളമരം കരീമാണല്ലോ അവരുടെ പ്രകടനവും ജാഥയും ഒക്കെ ഉദ്ഘാടനം ചെയ്തത്. അവർക്ക് നാണമുണ്ടോ? ഈ പാവപ്പെട്ട അവിടെ 193 ദിവസമായി ആ വെയിലും മഴയും കൊണ്ട് കിടക്കുന്നവരുടെ മുൻപിലൂടെ നടന്നു പോകാൻ. എന്നിട്ട് അവർ മനസാക്ഷിയുള്ള ആ പാവപ്പെട്ട സ്ത്രീകൾ അവരുടെ ഈ സമര പന്തലിൽ ഇരുന്നു കൊണ്ട് അവരെ അഭിവാദ്യം ചെയ്തു. എന്തൊരു വൈരുദ്ധ്യമാണ്! എന്തൊരു തരം രാഷ്ട്രീയമായ വില കുറഞ്ഞ സമീപനമാണ് ഈ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ കുറെ ആളുകളെ വിലക്കെടുത്തും ഭീഷണിപ്പെടുത്തും സാമ്പത്തികമായി സഹായം ചെയ്തുമൊക്കെ തെരുവിലിറക്കിക്കൊണ്ട് ഞങ്ങളുടെ കൂടെയാണ് ആശാ വർക്കർമാർ എല്ലാം എന്ന് പറയുകയും ഇപ്പോൾ സമരം നടത്തുന്ന ആശാ വർക്കർമാരെ വളരെ ഹീനമായ ഭാഷയിൽ പല മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, ഈ പറയുന്ന എളമരം കരീം ഉൾപ്പെടെ പരിഹസിച്ചത് നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായി കണ്ട് ഇല്ലാതെ വരുത്താനാണ് CPM മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നതെങ്കിൽ അവർക്ക് തിരിച്ചടി ഇനിയും വലുത് കിട്ടാനിരിക്കുന്നേ ഉള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു.
ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നു. ഇതിന്റെ എല്ലാം പ്രതികരണം തീർച്ചയായും ജനങ്ങളുടെ മനസ്സിൽ ശക്തമായിട്ട് മനസ്സിൽ നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഏതായാലും ആരോഗ്യമന്ത്രി കളിക്കുന്നത് ഒരു തീക്കളിയാണ്. അവരെ സംബന്ധിച്ച് ഇത് ഏതാണ്ട് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന ഭാഗത്തേക്ക് പോയിരുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാലും അവരെ കുറ്റപ്പെടുത്താനാവുകയില്ല. കാരണം ഭരണരംഗത്ത് ഇത്രയും കാര്യക്ഷമതയില്ലാത്ത കെടുകാര്യസ്ഥതയുള്ള ഒരു ആരോഗ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല എന്നവർ സ്വന്തം പ്രവർത്തനങ്ങളിലൂടെയും പ്രസ്താവനകളിലൂടെയും തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് മേഘ, ഈ പറയുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ സമരത്തിൽ ഓണക്കാലമാണ്. അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള മാർഗം കിട്ടത്തക്ക രീതിയിൽ 700 രൂപയാണ് അവർ ഒരു ദിവസത്തെ ശമ്പളം വേതനമായി അവർ ആവശ്യപ്പെടുന്നത്. 1000, 1200 അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ദിവസ വേതനം വാങ്ങിക്കുന്നവരടുത്താണ് അവര് വെറും 700 രൂപ ഒരു ദിവസം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അത് പോട്ടെ, അവർ അതിലൊക്കെ താഴോട്ട് വന്നു. എന്നിട്ടും മനസാക്ഷിയില്ലാതെ ഇത്രയും ക്രൂരമായ അത്യന്തം ഹീനമായ രീതിയിൽ പ്രതികരിക്കുന്ന ഈ സർക്കാരിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ മേഘ യാതൊരു സംശയവുമില്ല. അങ്ങ് സൂചിപ്പിച്ച പോലെ നമുക്കറിയാം, എന്നാൽ കോവിഡിന്റെ സമയത്തൊക്കെ ആണെങ്കിലും എന്തെങ്കിലും പകർച്ചവ്യാധികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ തന്നെ വീടുകളിൽ തോറുമാണ് അവർ കയറി ഇറങ്ങുന്നത്. അവർ ഒരു സമയവും നോക്കുന്നില്ല. ചിലപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ആരുടെയൊക്കെ വീട്ടിലിരുന്നായിരിക്കും. അതുപോലെ അവർക്കൊരു തൊഴിലെടുത്ത ഒരു സുരക്ഷിതത്വം ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവർ എന്നിട്ടും അലഞ്ഞു നടന്ന് അവർ ജോലി എടുക്കുകയാണ്. വളരെ ന്യായമായുള്ളൊരു ആവശ്യമാണ്. അതുപോലും സർക്കാർ അവഗണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പദ്ധതികളും താഴെത്തട്ടിലുള്ള ആളുകളിലേക്കൊക്കെ തന്നെ എത്തിക്കുന്നത് നമുക്കറിയാം. പല കേസുകളും ഒക്കെ തന്നെയും പുറം ലോകം അറിയാത്ത പല കേസുകളും ഒക്കെ ഇവരിൽ ത്രൂ ആണ് ആളുകൾ അറിയുന്നതും പുറം ലോകം അറിയുന്നതും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ത്രൂ ആണ് നടക്കുന്നത്. പക്ഷെ എന്നിട്ടും അവർക്ക് വളരെ ന്യായമായ കാര്യം പോലും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പോലും ഒരു പ്രത്യേക ഇടപെടൽ നടത്തി പോലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. മേഘ പറഞ്ഞത് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ചില രംഗങ്ങളുടെ പുനരാവിഷ്കാരമാണ്. നമ്മളൊക്കെ കണ്ടതാണ്. ഞാൻ ആവർത്തിക്കുന്നില്ല. കോവിഡ് കാലത്ത് മാത്രമല്ല, ഇപ്പോഴും അവർ കാടും മേടും അലഞ്ഞു നടന്ന് ഏതെങ്കിലും വീടുകളിൽ ഗർഭിണികളായ സ്ത്രീകൾ അവശത അനുഭവിക്കുന്നുണ്ടോ, പകർച്ചവ്യാധി പിടിപെട്ടതായിട്ടുള്ള ആളുകളുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് നടന്ന് നേരത്തെ മേഘ തന്നെ പറഞ്ഞതുപോലെ ഭക്ഷണം പോലും വെടിഞ്ഞാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാരും കാണാതെ പോകുന്നത് അവർക്ക് ഒരു കാലത്തും ഈ ശാപമോക്ഷത്തിൽ നിന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾക്ക്, ഭരണാധികാരികൾക്ക് മോചനം കിട്ടുമെന്ന് കരുതുക വയ്യ. അവരെ ഇപ്പോൾ കുടുക്കിലാക്കാനായിട്ട് എന്തെല്ലാം ഹീന പ്രവർത്തികളാണ് സർക്കാർ ചെയ്യുന്നത്. ഇവർ ഏതെങ്കിലും ഒരു പ്രക്ഷോഭത്തിന്റെ പരിപാടികൾ ആസൂത്രണം ചെയ്താൽ അന്ന് തന്നെ അവർക്ക് എതിരായിട്ട് അല്ലെങ്കിൽ അതിൽ ചില പരിശീലന പരിപാടികളൊക്കെ പിൻവാതിലിലൂടെ ക്രമീകരിച്ച് ഇവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന ആക്ഷേപം വരുത്തി അവരുടെ ഉള്ള വേതനവും കൂടെ വെട്ടിക്കുറയ്ക്കാനുള്ള വളരെ കാപാലികമായ ഹീനമായ തരംതാണ രീതിയിലാണ് ഒരു സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അതാണ് സംഭവിക്കുന്നത്. അവരൊരു പ്രകടനത്തിന് വേണ്ടി അവരെ ശ്രമിച്ചപ്പോൾ അവിടെ ആഹ്വാനം കൊടുത്തിരിക്കുകയാണ്. ഇന്ന് എല്ലാവരും അവരുടെ പരിശീലനത്തിന് പോകണമെന്ന് പറഞ്ഞ് എത്ര ഹീനമായ തരംതാണ രീതിയിലാണ് ഒരു സർക്കാർ, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഒരു പാവപ്പെട്ടവരുടെ ആവശ്യങ്ങളോട് ഇവരാണോ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുമെന്ന് പറഞ്ഞ മാർക്സിന്റെ സിദ്ധാന്തം പുരപ്പുറത്ത് നിന്ന് വിളിച്ചു കൂടിക്കൊണ്ട് നടക്കുന്ന നാണമില്ലേ? എന്തായാലും ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നത് അവരുടെ അവസാന കാലത്താണ്. ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ അവസാന മണിക്കൂറുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞാലും അത് ഒട്ടും അധികപ്പെട്ടാവുകയില്ല എന്നാണ് മേഘ എന്നെ പോലെയുള്ള നിരീക്ഷകർക്ക് പറയാനായിട്ടുള്ളത്. ശരി, വളരെ നന്ദിയുണ്ട് സായി അവസരത്തിൽ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.